അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? റാഹത്തല്ലേ? മിസ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരു കഥ പറഞ്ഞു തന്നാലോ? നമ്മുടെ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് അന്നത്തെ കാലത്തുണ്ടായിട്ടുള്ള ഒരു കഥയായാലോ? കേട്ടു നോക്കാല്ലേ? റെഡിയല്ലേ? മിസ് പറയാൻ പോകുന്ന കഥയുടെ പേരെന്താണെന്നറിയോ? കണ്ണ് നനയിച്ച കാരുണ്യം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് ഒരു വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു വേട്ടക്കാരൻ മാനിനെ കെട്ടിയിട്ടതായി കണ്ടു. നബിയെ കണ്ടതും ആ സാധു മൃഗം കരയാൻ തുടങ്ങി. കാരുണ്യത്തിന്റെ പ്രവാചകനെ ഇത് കാണുമ്പോ സഹിക്കാൻ പറ്റുമോ? നബി വേഗം മാനിന്റെ അടുത്തെത്തി കണ്ണുനീർ തുടച്ചുകൊണ്ട് കാര്യം അന്വേഷിച്ചു. മാൻ തന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മുത്തുനബിയെ, എന്നെ ഇവിടെ ഒരാൾ പിടിച്ച് ബന്ധിച്ചിരിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങൾ കാട്ടിലുണ്ട്. അവരിപ്പോൾ വിശന്ന് കരയുകയായിരിക്കും. ഞാൻ അവർക്ക് പാൽ കൊടുത്ത് ഉടനെ മടങ്ങി വരാം. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടൻ നബി വേട്ടക്കാരനോട് കാര്യം പറഞ്ഞു. അതിനെ വിട്ടയക്കുക, അത് തിരിച്ചു വരും, തീർച്ചയാണ്. എന്നാൽ വേട്ടക്കാരൻ നബിയെ പരിഹസിച്ചു. ഞാൻ പിടിച്ച ഈ മൃഗത്തിനെ വിട്ടയച്ചാൽ അത് തിരിച്ചു വരുമെന്ന് എന്താണ് ഉറപ്പ്? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാമ്യത്തിൽ ആ മൃഗത്തെ വിട്ടയക്കേണ്ടി വന്നു. ആ മൃഗം സന്തോഷത്തോടെ കാട്ടിലേക്ക് ഓടി. തന്റെ മക്കൾക്ക് പാൽ കൊടുത്ത് കുറച്ച് സമയത്തിന് ശേഷം വേട്ടക്കാരനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മാൻ തിരിച്ചെത്തി. മാനിന്റെ അവസ്ഥ കണ്ട റസൂലിന് ദുഃഖം സഹിക്കാനായില്ല. എന്നാൽ നബിയുടെ ശ്രമഫലമായി വേട്ടക്കാരൻ മാനിനെ വിട്ടയക്കാൻ തയ്യാറായി. നബിയോട് നന്ദി പറഞ്ഞുകൊണ്ട് മാൻ തന്റെ മക്കളുടെ അടുത്തേക്ക് തുള്ളിച്ചാടി തിരിച്ചുപോയി. എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? മിസ് പറഞ്ഞു തരട്ടെ. മൃഗങ്ങളോടായാലും മനുഷ്യനോടായാലും കരുണയോടെ പെരുമാറുക. കരുണയുള്ളവരായി മാറിയാൽ നമ്മുടെ ജീവിതത്തില് നമുക്കും എന്താണ് വിജയത്തിലെത്താൻ പറ്റും.